സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായിരുന്നു. ആരെ പറ്റിയാണ്? ഒരു വേനൽപ്പുഴയിൽ തെളിനീരിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടില്, പ്രണയകാലം എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ടുള്ള അജ്മൽ അമീറിനെ പറ്റിയുള്ള ഒരു കാര്യം അല്ലേ. ആ അജ്മൽ അമീറിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇന്നിപ്പോൾ നടക്കുന്നത് ഫെമിനാസികളുടെ കുറച്ച് പരിപാടികളാണ്. അതായത് പയ്യന്മാരോടൊപ്പം കറങ്ങി നടക്കുകയും പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ്, ഇയാൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, ഇയാൾ എന്നെ മോശമായിട്ട് കണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ഇയാൾ എന്നെ മോശമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പിന്നീട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വേടന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ വിഷയങ്ങളിലൊക്കെ നമ്മളിത് കണ്ടതാണ്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അജ്മൽ അമീറിന്റെ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. ഇതിൽ അജ്മൽ അമീർ കുറ്റക്കാരനല്ല, അജ്മൽ അമീർ പാമ്പിടിച്ചൊരു മനുഷ്യനാണ്. അജ്മൽ അമീറിന് ഒന്നിനും ഇതിനെപ്പറ്റി ഒരു കാര്യം അറിയില്ല. ഇതെല്ലാം ജസ്റ്റ് ക്രിയേറ്റഡ് ആണ് എന്നൊന്നും നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നില്ല. അജ്മൽ അമീർ എന്ന് പറയുന്നവൻ ഒരു കാട്ടുകോഴി തന്നെയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് എനിക്കും അറിയാവുന്നൊരു കാര്യം. അപ്പോൾ അജ്മൽ അമീറിനെ നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുക, ആ പെൺകുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇരയെന്ന് പറയുന്ന ഒരു പ്രൈവസി അവർക്കുണ്ടല്ല, ഇരയെന്ന് പറയുന്ന ഒരു പരിഗണന അവർക്ക് കിട്ടേണ്ടതുമാണ്. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതിലും ഇന്ന് പറയാൻ പോകുന്നതിലുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജ്മൽ അമീറിന്റെ ഒരു ഒടുവിലെ കുറ്റസമ്മതത്തെ പറ്റിയ ഒരു വീഡിയോ ആണ്. അജ്മൽ അമീർ ഇന്നലെ രംഗത്ത് വന്നിട്ടുണ്ട്, അതായത് ലൈവില് അജ്മൽ അമീർ വന്നിട്ടുണ്ട്. എന്താണ് തന്റെ കാര്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നതെന്നും ആ വീഡിയോ എങ്ങനെ ലീക്കായി എന്നും ആ വീഡിയോ എന്തിന്റെ പേരിൽ ആരാണ് ഇട്ടിരിക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളെ പറ്റിയാണ് അയാൾ പറയുന്നത്. അയാൾ അതിന്റെ കുറച്ച് തെളിവുകളൊക്കെ അയാൾ സ്ക്രീൻഷോട്ട് സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് അജ്മൽ അമീർ അറിയാതെ നടന്നൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. ഇതൊരു കണ്ടന്റ് ആണോ, ക്രിയേറ്റഡ് കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതാണെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം പക്ക ക്ലിയർ ആയിട്ടൊരു സാധനം തന്നെയാണ് അജ്മൽ അമീറിന്റെ ആ ഒരു ഡിസ്കഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അജ്മൽ അമീർ പാവമാണെന്നൊന്നും ഞാനിവിടെ വാദിക്കുന്നില്ല. അജ്മൽ അമീർ കള്ള ഉടായ്പ് തന്നെയാണ്, ലോക ഉടായ്പാണ്, പക്ക ഉടായ്പാണ്. അടിപൊളിയായിട്ട് ലുക്കും പിടിച്ച് നടന്നുകൊണ്ട് പെൺകുട്ടികളെ വല വീശി പിടിക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പെൺകുട്ടികളായാലും ആൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ അടുക്കുന്നത് എന്നുള്ളത് പെൺകുട്ടികൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അറിയാം. ഈ കമ്പാരിറ്റീവ്ലി ആൺകുട്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. അതായത് ഏത് രീതിയിലാണ് ഇവർ അടുത്തേക്ക് വരുന്നത്, അത് സെക്ഷലി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണോ എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ആളുകളാണ് സ്ത്രീകൾ. അപ്പൊ അവര് ഇങ്ങനെ ഒരാൾ അടുത്തേക്ക് വരുമ്പോൾ അവരാദ്യം എന്താണ് ചെയ്യുന്നത്? നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വരുന്ന ആളിനെ അവരുടെ ആ ഒരു ഇന്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് എവിടെ നിർത്തണം എന്നുള്ളൊരു അതിർവരമ്പ് അവർ നിശ്ചയിക്കും അല്ലേ. അവർ ഇങ്ങനെ ഒരാൾ സംസാരിച്ച് വരുമ്പോൾ അത് എവിടെ വരെ പോകുന്നു എന്നുള്ളതിനെ പറ്റി അവർക്ക് കൃത്യമായുള്ള ധാരണയുള്ളത് കൊണ്ട് തന്നെ അവരത് അവിടെ വരെ മതി, ഇതിനപ്പുറത്തേക്ക് പോകണ്ട, നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളാണെങ്കിൽ പോകും. ഇനി ഇതൊക്കെ വേണം, ഇതെല്ലാം ഒരു സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റിയുടെ കൂടെ എനിക്ക് ഇരിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരുടെ കൂടെ കറങ്ങാൻ പോവുക, അവരെ പറയുന്ന എല്ലാം കേട്ടുകൊണ്ട് വീഡിയോ കോളിൽ പോവുക, എല്ലാം ചെയ്യും. അപ്പോൾ അത് ഏതൊരു രീതിയിലുള്ള ടോക്കാണെങ്കിലും അതിനെല്ലാം അവർ സഹകരിക്കും. എന്നാൽ പിന്നീട് ഒരു ദിവസം പെട്ടെന്ന് മനസ്സിൽ തോന്നുകയാണ്, ഈ വികാരങ്ങളെല്ലാം മാറിക്കഴിയുമ്പോൾ തോന്നുകയാണ്, അവൻ എന്നെ ഇങ്ങനെയാണല്ലോ യൂസ് ചെയ്തല്ല, അവൻ എന്നെ ഈ രീതിയിലാണല്ലോ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവൻ മര്യാദയ്ക്ക് ജീവിക്കേണ്ട, അവന്റെ കുടുംബം അങ്ങ് അടിച്ചു തകർത്തേക്കാം, അവന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങ് കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഇറങ്ങിത്തിരിച്ച ആളുകളാണ് മറ്റുള്ളവരുടെയും വേടന്റെയും അനുബന്ധ വിഷയങ്ങളിലൊക്കെ ഇറങ്ങി വന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തില് എന്താണ് അജ്മൽ അമീറിന് ഇതിനെപ്പറ്റി, ആ ഒരു ലീക്കായ ഒരു വീഡിയോയെ പറ്റി അല്ലെങ്കിൽ ലീക്കായ വോയിസ് ക്ലിപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് കേട്ടിട്ട്, അജ്മൽ അമീറിന്റെ കുൽസിത പ്രവർത്തികൾ പെട്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അതിൽ നിന്ന് എങ്ങനെയാണ് താൻ റിക്കവറായി വന്നതിനെ പറ്റി ആ പെൺകുട്ടി പറയുന്ന ഒരു വോയിസ് കൂടിയുണ്ട്. അപ്പൊ ആദ്യം അജ്മൽ അമീറിന്റെ ആ മെഴുകൽ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ്റ് എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. കൃത്യമായിട്ടൊരു മാനേജറില്ല, ഒരു PR ടീമില്ല, കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല. പണ്ടിപ്പോഴോ എൻ്റെ ഫാൻസുകാർ തുടങ്ങി തന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നു മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്.
എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെറിവിളികൾക്ക് മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിലിരിക്കാനുള്ള മെയിൻ റീസൺ. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ്. എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. എൻ്റെ കുറച്ച് പുതിയ പ്രോജക്ട്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി. താങ്ക് യു സോ മച്ച്. ഐ ആം വെൽ ആൻഡ് ഗുഡ്. ഇജാതി മെഴുകല്, അതായത് ആ വീഡിയോ എല്ലാം AI കണ്ടന്റ് ക്രിയേറ്റഡ് അല്ലെ AI ക്രിയേറ്റഡ് ആണെന്നാണ് ഈ പറയുന്ന അജ്മൽ അമീർ പറയുന്നത്. അതുപോലെ തന്നെ ആ വോയിസ് ക്ലിപ്പും തൻ്റെതല്ല, അതും AI ക്രിയേറ്റഡ് ആണെന്നാണ് അജ്മൽ അമീർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ് അജ്മല ഇമാതിരി മെഴുകലായിട്ട് വന്നിരിക്കുന്നത്? ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സ് നിറയെ നോക്കി അറിയാൻ പറ്റും. ആ കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ണുനീര് മറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. എന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കുറെ ക്യൂട്ട്നെസ് വാരി എറിയുകയാണ് അജ്മൽ അമീർ. ഗേൾസ് ക്യൂട്ട്നെസ് വാരി എറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ പുരുഷന്മാർ ഇമാതിരി ക്യൂട്ട്നെസ് വാരി എറിയുമോ എന്നുള്ളത് അജ്മൽ അമീറിന്റെ വീഡിയോസ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാം പോയി എന്ന് മനസ്സിലായി, എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി, പണി കിട്ടിയെന്ന് മനസ്സിലായി. എന്നിട്ട് മെഴുകാനായിട്ട് വെറുതെ വന്ന് എയുടെ മണ്ടയിലേക്ക് ഈ സാധനം കൊണ്ട് തള്ളി വിട്ടു. ഇത് ഏറ്റവും കൂടുതൽ അജ്മൽ അമീർ എക്സ്പോസ്ഡ് ആയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ്. ഇതിന് മുൻപൊന്നും ഇത്ര വലിയ എക്സ്പോസ്ഡ് ആയിട്ട് ഇയാൾ വന്നിട്ടില്ല. ഇയാളെ പറ്റി ഒരു വീഡിയോ വന്ന് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്നുള്ളത് ആളുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം, അല്ലെ ഇവൻ ഇങ്ങനെയാണോ ചിന്തിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു വെള്ളപൂശലുമായിട്ട് സ്വയമേ വെള്ളപൂശാനായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്ന് പണി കിട്ടാൻ പോയി ഇരിക്കുകയാണ് ഈ അജ്മൽ അമീർ. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അജ്മൽ അമീറിന് പണി കിട്ടുമോ എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയായിരുന്നു. അതുപോലെ തന്നെ എനിക്കും അറിയായിരുന്നു. അയാൾക്ക് അത് പണി കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടിയിരിക്കും, അത് കിട്ടുകയും ചെയ്തു. അപ്പൊ അജ്മൽ അമീർ പിന്നീട് ഒരു സ്ക്രീൻഷോട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അയാളുടെ ഈ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്തിരിക്കുന്നതിനെ പറ്റിയാണ്. ഈ സൈഡിൽ നോക്കി അറിയാൻ പറ്റും. അത് 2020-ലും 2015-ലും അങ്ങനെയുള്ള ഓരോ മാസങ്ങളിലും ഓരോ വർഷങ്ങളിലും ഒക്കെ ഓരോ ടൈമിൽ ഓരോ സ്ഥലങ്ങളിലായിട്ട് ലോഗിൻ ചെയ്തായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ എനിക്ക് 2 ഫോണുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഓരോ ഇൻസ്റ്റഗ്രാം ഓരോ സ്ഥലങ്ങളിൽ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്കത് ഇന്ന ഫോണിൽ ഇന്ന സമയത്ത് ലോഗിൻ ആയി എന്നുള്ളത് വരും. അപ്പൊ അതേ കാര്യം തന്നെയാണ് അജ്മൽ അമീറിന്റെ ഈ ഒരു പോസ്റ്റിലും എനിക്ക് ഞാൻ കണ്ടത്. അജ്മൽ അമീർ അതിനെ എന്തിന്റെ പേരിലാണ് സ്റ്റോറി ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു സോഴ്സ് കാണിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റോറി ഇട്ടത്. എന്തായാലും അത് തേഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അജ്മൽ അമീറിനെ അറിയിക്കുകയാണ്, അല്ലെ അജ്മൽ അമീറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ അറിയിക്കുകയാണ്. അജ്മൽ അമീറിന്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ട്. ആ തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തെറ്റുണ്ട്. പക്ഷേ അജ്മൽ അമീർ ഈ രീതിയിൽ മെഴുകാൻ വന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അത് മാത്രം മതി. ഈ കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ AI കണ്ടന്റ് ക്രിയേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ പോയി കേസ് കൊടുക്കണം. അജ്മൽ അമീറെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. നിന്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കണം. പിന്നെ വേറെ കാര്യമുണ്ട്, അജ്മൽ അമീറിനെ മാത്രം ഇവിടെ കുറ്റം പറയാൻ പറ്റില്ല. അജ്മൽ അമീർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വേടന്റെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും ഇതിൽ പങ്കുണ്ട്. ഞാനപ്പോ ഈ ഒരു കാര്യം ആ പെൺകുട്ടിയെ പറ്റി പറയുന്നതിന് മുൻപ് ആ ഒരു അജ്മൽ അമീറിന്റെ വിഷയത്തില് വേറൊരു പെൺകുട്ടി ഇതേ സമാന അനുഭവം ഉണ്ടായ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു ഡിസ്കഷൻ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. എൻ്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി എന്തോ വില്ലനായിട്ടായിരുന്നു. ഒരു 2023 ടൈമിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു, പഠിക്കായിരുന്നു. അന്നൊരു 19 വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രായം. ഞാനിങ്ങനെ സിനിമ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ഇടുമല്ലോ. അപ്പോൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് മുമ്പ് വരെ ഇയാളെ ഫോളോയേ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് തപ്പി നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തു. ഒരു ദിവസം കഴിഞ്ഞ് പുള്ളി ഇത് കണ്ടു, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഒരു ഫാൻ ഗേൾ ആണല്ലോ. അപ്പോൾ ഞാൻ താങ്ക് യു സോ മച്ച് റെസ്പോൺസ് പറഞ്ഞ് വിട്ടു. എന്നിട്ട് ചോദിച്ചു എവിടാ വീട്. അപ്പം ഞാനും ഇങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചത്, ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക്. കാരണം എവിടാ വീട് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ടോ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി ഞാൻ ഇങ്ങനെ എന്തിനാന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പുള്ളി ഇത് വാനിഷ് മോഡിലൊക്കെ ഇടാൻ തുടങ്ങി. ഗൂഗിളിൽ പുള്ളിയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കസിൻ അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത്, വേറൊരാൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അയാളായിരിക്കും, മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഇത് അജ്മലൊന്നും ആയിരിക്കില്ല, അത് പുള്ളി. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു ആക്ടറിന് സ്വന്തമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കാൻ പറ്റുമോ. കാരണം ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതോ ഇതെന്താണ് ഇയാളെന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത്, ആവേണ്ടതാണല്ലോ. അന്ന് എനിക്ക് അത്ര ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല, അറിയാലോ. കാരണം വെറും 19 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ അന്നുള്ള പിന്നെ ഞാൻ ഓൾറെഡി
പുള്ളി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന്. എന്നിട്ട് അല്ല ഞങ്ങൾ വിചാരിച്ചത് എന്ത് പുള്ളിയൊന്നും ആയിരിക്കില്ല, പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മാരീഡാണ് എന്നൊക്കെ. പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ, കാരണം ഒരു ആക്ടർ, പുതിയ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു നല്ല ധൈര്യത്തോടു കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഇതിൽ പോയിട്ടല്ലല്ലോ, ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റ് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ. പുള്ളി ഇങ്ങോട്ട് എൻ്റെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ, ഞാൻ ഇവിടെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ്, ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തുടങ്ങിയത്. ഇതിനെ കാരണം പുള്ളി ഒരു ആക്ടറാണ്, സോ നമുക്കറിയാം യൂഷ്വലി എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും എന്നുള്ളൊരു. കണ്ടില്ലേ ആ പെൺകുട്ടി പറയുന്നത്, ഈ ഒരു ആള് വന്നിട്ട് ഇതുപോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് യൂസ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അപ്പൊ അയാളുടെ തന്നെ പ്രൊഫൈലിൽ നിന്ന് അയാൾ തന്നെ ചാറ്റ് ചെയ്യുകയും അയാൾ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, അവിടെ കാണാൻ വന്നാൽ മതി, കാണാമെന്ന് പറയുകയും പിന്നീട് അതിനുശേഷം അയാൾ വരുന്ന ഒരു രീതി അല്ലെങ്കിൽ അയാൾ സംസാരിച്ച് വരുന്ന എവിടേക്കാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാനത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകുക. കാരണം ഇങ്ങനെയുള്ളവന്മാരുടെ മനോഗതി മനസ്സിലായാലോ, അവന്മാരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറി പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. നാളെ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വന്നിട്ട് പറയുകയാണ് എന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, അത് അങ്ങനെയായിരുന്നു സംഭവം, ഇവൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു മാധ്യമങ്ങളിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നതോ അല്ലെങ്കിൽ മുഖം കാണിക്കാതെ കുറെ കാര്യങ്ങൾ പറയുന്നതിലോ അല്ല കാര്യം. ഒരു പ്രശ്നം ഉണ്ടായിട്ട് തയ്യാറെടുക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ പെൺകുട്ടി അത് നല്ല രീതിയിൽ ചെയ്തു. മറ്റേ പെൺകുട്ടിക്ക് സംഭവിച്ച എന്താണ്, ചെന്ന് അയാൾക്ക് വേണ്ടി അയാളുടെ മുന്നിലേക്ക് വീണ് കൊടുത്ത് അയാളെ കാണാൻ അയാൾ പറഞ്ഞെടുത്തെല്ലാം പോയി അയാളുടെ ചാറ്റ് ഈ രീതിയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാളുമായിട്ട് ഈ സംസാരിക്കാനായിട്ടും വീഡിയോ കോൾ ചെയ്യാനായിട്ട് തയ്യാറായി. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്താണ് തെറ്റെന്നുള്ളതിനെ പറ്റി ഞാൻ പറയാന്നുള്ളത്. ആ പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടി അത്ര നല്ലൊരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കുടുംബത്തിൽ പറഞ്ഞൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ എനിക്കിതിരെ പൊങ്കാലിടാൻ ആരും വരരുത്. ഞാൻ അയാളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ പെൺകുട്ടി എന്തോ ഒരു വലിയ ഞാൻ നല്ല ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ വന്നിട്ട് പരാമർശം നടത്തേണ്ട ആവശ്യമില്ല. ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ഓഡിയോസും വീഡിയോസും എല്ലാം എവിടെയൊക്കെയോ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഒന്നും ഫുൾ ലെങ്ത് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് അയാൾ ഈ രീതിയിൽ അയാൾ മാത്രമാണ് കുറ്റക്കാരനെന്ന് പറയാൻ സാധിക്കുക? ആ പെൺകുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത്, അയാൾ മാത്രമാണ് തെറ്റുകാരനെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമായിരിക്കാം, എന്നാൽ ഞങ്ങൾ ആരും അത് കേട്ടിട്ട് ചോറ് നിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നില്ല അയാളുടെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നുള്ളത്. രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അയാളൊരു സെക്സ് ടോക്കിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ സെക്ഷലി ഇങ്ങനെ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, സെക്ഷലി ഇങ്ങനത്തെ മനോഗതിയുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ഒരു അതിർവരമ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങളായിരുന്നു. അയാളൊരു സെലിബ്രിറ്റിയാണ്, അയാളെ നിങ്ങൾ അങ്ങേയറ്റം ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളോടൊപ്പം കറങ്ങാൻ പോകാനും അയാൾ വിളിക്കുന്നിടത്തെല്ലാം പോകാനായിട്ട് നിന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് അല്ലേ? ആ മറ്റേ പെൺകുട്ടി ഈ രീതിയിൽ പോകാഞ്ഞതുകൊണ്ട് ആ പെൺകുട്ടി സേഫായി. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഈ പറയുന്ന രീതിയിൽ അയാൾ ചാറ്റ് ചെയ്തു എന്ന് മാത്രം പറയാൻ സാധിക്കും. ഇത് ഇങ്ങനത്തെ രീതിയിലേക്ക് ഒരു അതിര് കടന്നു വരുന്ന എപ്പോഴാണ് ഇവരെല്ലാം അംഗീകരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നു അവന് മനസ്സിലായതുകൊണ്ടാണ് അവൻ ഈ രീതി യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാണാൻ അത്യാവശ്യം ലുക്കുണ്ട്, സെലിബ്രിറ്റിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവൻ ആ ഒരു എല്ലാം അവന് മുതലെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവന് ഈ പറയുന്ന എല്ലാ പോസിബിലിറ്റീസും അവന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണെന്ന് വിചാരിച്ചാണ് അജ്മൽ അമീറിന് പറ്റിയത് അല്ലെങ്കിൽ പറ്റിയ തെറ്റ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ആ പെൺകുട്ടി മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത്, ഈ വേടന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും വന്നത് പെൺകുട്ടികൾ തന്നെയായിരുന്നു. പെൺകുട്ടി അല്ലാത്ത ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കും അജ്മൽ അമീറിന്റെ വിഷയത്തിൽ വന്നിരിക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെന്നല്ല, അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തെറ്റിനോടൊപ്പം തന്നെ പേര് ചേർത്ത് വായിക്കേണ്ട ഒരാൾ തന്നെയാണ് ആ പെൺകുട്ടിയും. ഒരിക്കലും ആ പെൺകുട്ടി പാവമെന്നോ അജ്മൽ അമീർ കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഒരാളെ മാത്രം ഈ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അവനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കളയുക, അവനെ ഇല്ലായ്മ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് മറ്റൊരു ഇന്റൻഷനാണ്. അപ്പൊ അതൊക്കെ എന്തിന്റെ പേരിൽ വരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും അജ്മൽ അമീർ പറഞ്ഞത് AI ക്രിയേറ്റഡ് ആണ് ഈ വീഡിയോ എന്നാണ്. അപ്പോൾ AI ക്രിയേറ്റഡ് ആണെങ്കിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ പരാതിയുമായിട്ട് വന്നിരിക്കുന്ന ആ പെൺകുട്ടിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം. ആ പെൺകുട്ടിയും ഇതേപോലെ അജ്മൽ അമീറിനെതിരെയും കേസ് കൊടുക്കണം. അജ്മൽ അമീറിനെതിരെ കേസൊന്നും കൊടുത്തില്ല, സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങളിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്. അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇവർ രണ്ടുപേരും എങ്ങും ഷെയർ ചെയ്യാത്തത്. ഇനി രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റില്ലെങ്കിൽ ആരാണോ തെറ്റ് ചെയ്തിരിക്കുന്നത് അവർക്കെതിരെ കേസ് കൊടുക്കുക, ഒരു പ്രശ്നമില്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന ഒരു നീതി അവർക്ക് കിട്ടും. അതിനകത്ത് യാതൊരു സംശയം നമുക്ക് ആർക്കും ഇല്ലല്ലോ. അപ്പൊ ചോറ് എന്ന് ജീവിക്കുന്നവർക്ക് അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ പെൺകുട്ടിക്ക് അവനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു, ആ പെൺകുട്ടി അവനോട് സംസാരിച്ചു. അത് പിന്നീട് അതിനുശേഷം മോശമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. തന്നെ അവൻ മോശമായിട്ട് ഇങ്ങനെ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്നുള്ളൊരു പേടിയിൽ കൂടി ആയിരിക്കണം ഒരു പക്ഷേ ഇപ്പൊ ഇത് പുറത്ത് വിടാനായിട്ട് ആ പെൺകുട്ടിക്ക് തോന്നിയിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും തെറ്റ് രണ്ടുപേരുടെയും ഭാഗത്തുണ്ടെങ്കിൽ രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ്. ഒരിക്കലും ഒരാളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അത് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പൊ എന്തായാലും സത്യം തെളിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.